ഇന്റെ മുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് തരുന്ന എന്റെ മുണ്ട് ഒന്ന് പോയിക്കോളി നിങ്ങളല്ല ഒന്ന് പോയിക്കോളി നിങ്ങൾ അല്ല അല്ലെങ്കിലേ നേരം വഴി നിങ്ങൾക്ക് ഈ അലുവാപ്പീടിയ പോലത്തെ ട്രൗസർ ഇടുന്ന കിട്ടി സുനീഷേ ഇതെന്താണ് കഷ്ടം. ഓള് മുണ്ടൂരി പോടാ. അല്ല ഇത് പുതിയതാണല്ലോ, നിനക്ക് പൈസ. മോളെ കൊഞ്ചിട്ടിച്ചേ കടം വാങ്ങിച്ചാ. കൊള്ളാം, സൂപ്പർ. അല്ല ഇന്നത്തെ പരിപാടി ചൂണ്ടട പോലെ. ശരി വീടാ. ഓ രാവിലെ തുടങ്ങിയോ നിന്റെ കണ്ണാടിയുടെ മുന്നിലുള്ള കസർത്ത്? അമ്മേ ഇങ്ങനല്ല മക്കളെ, ബലത്തിൽ ചെയ്യേ. ആ സുശീല വരുന്നില്ലേ? വന്ന് എത്തി. ഞാൻ ആലോചിക്കായിരുന്നു നമ്മുടെ ഭർത്താക്കന്മാരുടെ ഒരു കാര്യം. അതുങ്ങളെ കാര്യമൊന്നും പറയണ്ട. ചെയ്യുന്നതന്നെ പറ്റിക്കാനുള്ള പരിപാടിയാണല്ലേ. എനിക്ക് 300 മതി. നിന്റെ 1 കിലോ ഏല ബാക്കി പൈസ 1 കിലോ ഏല അയല 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 അയല. എങ്ങോട്ടാ കല്ല് കൊണ്ടുവന്നതിനാണല്ലോ പഹ പറക്കുന്നത്. ഇത് നല്ല പിടക്കണ അയലല്ലേ സാറേ? ഇതെന്താ സാറേ, കടലിനുള്ളിലാണല്ലോ ഓക്സിജൻ കൂടുതലുള്ളത്. ഇലകളും ചെടികളും ഉള്ളത് കൊണ്ട് മീൻ വല്ല ബുഷ് തിന്നായിരിക്കും സാർ. കടലിൽ പേക്കലിന്റെ അച്ഛൻ മറവിലല്ലോ സാറേ, മീനിന്റെ ഉള്ളിലല്ലേ. രണ്ടിന്റെ മീൻ കച്ചവടം. അയ്യോ എന്താ നിന്റെ പ്രശ്നം? സാറേ, ഞാൻ വയറിങ്ങിന്റെ പണിയാണ്. ആഴ്ചയിൽ 5 ദിവസം പണിക്ക് പോകും. 2 ദിവസം ലീവ് എടുത്ത് പെണ്ണ് കാണാൻ പോകും. കാറിൽ പെട്രോൾ അടിച്ചിട്ട് പെണ്ണ് കാണല. 5 വർഷമായി പെണ്ണ് കാണുന്നു. ഇതുവരെ ഒന്നും സെറ്റായിട്ടില്ല. എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ സെറ്റാക്കി തരണം. നിന്റെ കല്യാണം ഞങ്ങൾ നടത്തി അല്ലേ സുനീഷ്? പക്ഷെ ഒരു കണ്ടീഷൻ, ഒരേ ഒരു കണ്ടീഷൻ. കല്യാണ നിശ്ചയത്തിന്റെ അന്ന് വൈകുന്നേരം ഞങ്ങളുടെ കമ്മീഷൻ 1 ലക്ഷം രൂപ സ്പോട്ടിൽ കിട്ടണം. ആടത്ത് പണി വരമ്പത്ത് കൂലി. അതാണ് SG മാട്രിമോണി അല്ലേ സുനീഷ്? അതാണ് എനിക്കിഷ്ടം. സാറ് ചൊവ്വാദോഷം ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചൊവ്വേ നാളെ. അപ്പോ മോ പോയി കുളിച്ച് ഫ്രഷായി നാളെ പെണ്ണ് കാണാൻ റെഡി ആയിട്ട് പോരെ? നമുക്ക് പെണ്ണ് കാണാം.
സാറ് ഈ സാറൊന്നും സംസാരിക്കില്ലേ? അല്പം ടഫാ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ.